ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മിയസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ പറയാം കേട്ടോ. ഈ പുതുവർഷം എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉള്ളതായിരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ചോറ് കൊണ്ട് വടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ഉഴുന്നുകൊണ്ടല്ലേ വട ഉണ്ടാക്കാറ്, പക്ഷേ ഇതിവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ചോറ് കൊണ്ട് കേട്ടോ. ഇനി തലേന്നത്തെ ചോറൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും കളയണ്ടേ, ഇത് അതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതിയേ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചോറൊന്ന് അരച്ചെടുക്കണ്ടേ. പിന്നെ ഈ വീഡിയോയ്ക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടാവും കേട്ടോ, കാരണം ഇത് ദേവൂസം എടുത്ത വീഡിയോ ആണ്. ഈ ചോറിനൊന്ന് ആദ്യമായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഈ കട്ടി തന്നെ വേണം കേട്ടോ, അധികം വെള്ളമൊന്നും കൂട്ടണ്ടേ. എന്നിട്ട് അതിലേക്കൊരു 4-5 സ്പൂണ് അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ്, 2 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഒരല്പം ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യേ. ഇനി നമ്മളിത് പൊരിച്ചെടുക്കാൻ ആവശ്യമുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മാവിനെതാ ഇതുപോലെ ഒരു വടയുടെ ഷേപ്പ് നമുക്ക് അറിയാലോ, വടയുടെ ഏകദേശം ഷേപ്പാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അധികം ഷേപ്പൊന്നും ആയില്ലെങ്കിൽ അത് അതിലിട്ടതിന് ശേഷം ഒന്ന് സ്പൂണ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആക്കിയാൽ മതി കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടേ. നമുക്ക് ഈ വടേനൊക്കെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കേ. അപ്പോൾ നമ്മുടെ വട അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, നമ്മളെ സാധാരണ ഉഴുന്ന് വടേൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. ഒരു വ്യത്യാസം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇതും ഇരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി വട, വൈകുന്നേരത്തെ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. സൂപ്പർ.